ഹായ് ഫ്രണ്ട്സ്, ശ്രീനാഥാണ്. അപ്പോൾ ഇന്ന് നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചി വരെ ഒരു ട്രെയിൻ യാത്ര. കൊച്ചി മീൻസ് എറണാകുളം ടൗണിലോട്ടാണ് നമ്മുടെ യാത്ര. നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് പോകാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പൂനെ വണ്ടിക്കാണ്. കന്യാകുമാരിയിൽ നിന്ന് പൂനെക്ക് പോകുന്ന ഡെയിലി എക്സ്പ്രസ് ട്രെയിനാണ് 16382. അപ്പോൾ ഞാൻ നിലവിൽ നിൽക്കുന്നത് തമ്പാനൂർ സ്റ്റേഷൻ്റെ രണ്ടാമത്തെ എൻട്രി, അതായത് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷൻ്റെ രണ്ടാമത്തെ എൻട്രിയിലാണ്. നമുക്ക് അവിടുത്തെ വർക്കുകളും കാര്യങ്ങളും ഒക്കെ ഒന്ന് കാണാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ അമൃത് ഭാരത് സ്കീമിൻ്റെ പ്രകാരമുള്ള റീഡെവലപ്മെൻറ്റ് വർക്കുകൾ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പഴയ ഇവിടെ ഉണ്ടായിരുന്ന സ്റ്റേഷൻ ബിൽഡിംഗ് ഒക്കെ പൊളിച്ചു. ഈ കാണുന്നത് ആമയിഴഞ്ചാൻ തോടാണ്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ നല്ല തോതിൽ വർക്കുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെ കണ്ടുകൊണ്ട് നമുക്കൊന്ന് അകത്തേക്ക് കയറാം. ഇത് പഴയ എൻട്രൻസ് ആണ്. ഇതൊക്കെ ഇപ്പോൾ അടച്ചു പൂട്ടിയിട്ടിരിക്കുകയാണ്. അപ്പുറത്തുണ്ടായിരുന്ന എൻട്രൻസും അടച്ചു പൂട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് കാഴ്ചകളൊക്കെ കണ്ട് സ്റ്റേഷൻ്റെ അകത്തേക്ക് കയറാം. നമ്മുടെ വണ്ടി ഏകദേശം നെയ്യാറ്റിൻകര എത്തിയിട്ടുണ്ട്. ഇനിയൊരു 25 മിനിറ്റിനുള്ളിൽ തിരുവനന്തപുരം എത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാണ് നിലവിൽ ഈ ഭാഗത്തേക്ക് കാഴ്ചകൾ. അപ്പുറത്തൊരു വലിയ ബിൽഡിങ് നിർമ്മിച്ചു വരുന്നത് നിങ്ങൾക്ക് കാണാം. ഇവിടെ ഉണ്ടായിരുന്ന പഴയ ബിൽഡിങ്ങുകളും പാർക്കിംഗ് ഏരിയ, റോഡുകളൊക്കെ പൊളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നിലവിൽ നമ്മുടെ തിരുവനന്തപുരത്തെ രണ്ടാമത്തെ കവാടത്തിൻ്റെ, തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷനിലെ രണ്ടാമത്തെ എൻട്രൻസിൻ്റെ നിലവിലെ അവസ്ഥ ഇതാണ്. നടുക്കായിട്ട് കാണുന്നതാണ് നമ്മുടെ ആമയിഴഞ്ചാൻ തോട്. അവിടെ പുതിയൊരു ബിൽഡിങ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇത് പഴയ ബിൽഡിംഗ് ഉണ്ടായിരുന്ന സ്ഥലങ്ങളാണ്. ഇതൊക്കെ പൊളിച്ച് മാറ്റിയിട്ടുണ്ട്. അവിടെ പുതിയ കൺസ്ട്രക്ഷൻസൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതാണ് നിലവിൽ ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്തെ പുതിയ 2ാം നമ്പർ പ്ലാറ്റ്ഫോം, അതായത് എക്സ്റ്റൻഷൻ നടത്തിയ ഭാഗമാണ്. പുതിയതായിട്ട് നീളം കൂട്ടിയ ഭാഗമാണ് ഈ കാണുന്നത് 2ാം നമ്പർ പ്ലാറ്റ്ഫോമിൻ്റെ. ഇപ്പുറത്ത് കാണുന്നത് 3ാമത്തെ പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഇപ്പോൾ കൂടുതൽ നീളമുള്ള വണ്ടികൾ ഈ 2ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിർത്തിയിടാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഗുണമെന്ന് പറയുന്നത്. ഇന്റർസിറ്റി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് വയ നാഗർകോയിൽ ടൗൺ, തിരുനെൽവേലി, മധുരൈ will leave from Trivandrum Central platform number 2 at 11 hours 35 minutes. അപ്പോൾ ഇതാണ് നമ്മുടെ തിരുവനന്തപുരം സെൻട്രലിൽ മുൻഭാഗത്തായിട്ട് നടക്കുന്ന സ്റ്റേഷൻ ഡെവലപ്മെൻറ്റ് വർക്കിൻ്റെ അപ്ഡേറ്റ്സ്. ഈ ഒരു ഭാഗത്താണ് നമ്മുടെ പഴയ പാർക്കിംഗ് ഉണ്ടായിരുന്ന ഏരിയയാണ്. ഇവിടെയാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് നേരത്തെ നമ്മുടെ പാർക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, 2 വീലർ 4 വീലർ പാർക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അവിടെയാണ് ഇപ്പോൾ വർക്ക് നടക്കുന്നത്. ഇപ്പോൾ ഇതാ നമ്മുടെ സ്റ്റേഷനിലോട്ട് നമുക്ക് പോകേണ്ട വണ്ടിയും അതോടൊപ്പം തന്നെ നമുക്ക് പോകേണ്ട കന്യാകുമാരി പൂനെ വണ്ടിയും നമ്മുടെ CST തിരുവനന്തപുരം, അതായത് വെളുപ്പിനെ വരേണ്ടതാണ്. വെളുപ്പിനെ മീൻസ് ഒരു 7 മണി റേഞ്ച് വരേണ്ടതാണ്. എന്തോ ലേറ്റ് ആയിട്ടുണ്ട് ആൾ. ആ വണ്ടിയും ഒന്നിച്ച് കയറി വരികയാണ് തിരുവനന്തപുരം സെൻട്രലിൽ. അപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടിയിലേക്ക് പോകാം. ലല്ലകുട ഷെഡിൻ്റെ വാപ്പ് 7 ലോക്കോയാണ് നമ്മുടെ ട്രെയിനിന് കരുത്ത് പകരുന്നത്. വാപ്പ് 7 എൻജിനാണ് ഇത്. ആക്ച്വലി നാഗർകോവിൽ ബേസ് വണ്ടിയാണ്. അതായത് ഇതിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ നടക്കുന്നത് നാഗർകോവിലാണ്. രാവിലെ നാഗർകോവിലിൽ നിന്ന് കന്യാകുമാരി വരെ കാലിക്ക് പോയിട്ടാണ് ട്രിപ്പ് എടുത്ത് തിരിച്ചു വരുന്നത്. അതായത് 8:40 ഇത് കന്യാകുമാരിയിൽ നിന്ന് പുറപ്പെടുന്നത്. അപ്പോൾ നമുക്ക് വണ്ടിയിലേക്ക് കയറാം. അപ്പോൾ നമ്മുടെ വണ്ടി തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷൻ നിന്ന് വിട്ടിട്ടുണ്ട്. സമയം ജസ്റ്റ് 10:55 ആയിട്ടേ ഉള്ളൂ. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, അതായത് ഈ നാഗർകോവിൽ സൈഡിൽ നിന്ന് വരുന്ന വണ്ടികളൊക്കെ ഇപ്പോൾ കൂടുതൽ കാര്യക്ഷമമായിട്ട് ഓടാൻ പറ്റുന്നുണ്ട്, സ്പീഡ് കൂട്ടിയതിൻ്റെ ഭാഗമായിട്ട്. അപ്പം അങ്ങനെ, അതായത് നേരത്തെ ഈ വണ്ടി 11:15 ഒക്കെ ആവുമായിരുന്നു തിരുവനന്തപുരം വിടാനായിട്ട്. ഇപ്പം ഇന്നിപ്പോൾ 10:55 തന്നെ വണ്ടി വിട്ട് കഴിഞ്ഞു. 10:50 വണ്ടി എത്തിയായിരുന്നു. 10:55 വണ്ടി സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞു. തിരുവനന്തപുരത്തെ ട്രിപ്പ് ഷെഡ്.
അപ്പോൾ അങ്ങോട്ട് പോകുന്തോറും എന്തെങ്കിലും കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിലും എന്തെങ്കിലും പ്രത്യേക വിവരങ്ങൾ പറയാനുണ്ടെങ്കിലും ഞാനത് അപ്ഡേറ്റ് ചെയ്ത് പോകാം. അതായത് ഈ തിരുവനന്തപുരത്ത് പ്ലാറ്റ്ഫോമിൻ്റെ കേസും നമ്മുടെ സ്റ്റേഷൻ റീഡെവലപ്മെൻറ്റ് വർക്കിൻ്റെ അപ്ഡേറ്റൊക്കെ തന്നതുപോലെ എന്തെങ്കിലും അപ്ഡേറ്റുകൾ ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്ത് പോകാം. ചിറയൻകീഴ് സ്റ്റേഷനാണ്. അടുത്തിടെ അമൃത് ഭാരത് വർക്കൊക്കെ ഇനോഗ്രേറ്റ് ചെയ്ത സ്റ്റേഷനാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി കുറച്ച് ദിവസം മുന്നേ ഇനോഗ്രേറ്റ് ചെയ്ത കേരളത്തിലെ 3 സ്റ്റേഷനുകളിൽ ഒരെണ്ണമാണ് ചിറയൻകീഴ് എന്ന് പറയുന്നത്. അപ്പോൾ ഐലൻഡ് എക്സ്പ്രസ്സാണ് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ കൊച്ചുവേളി ഭാഗത്ത് വെച്ച് മഴ പെയ്ത സമയത്ത് നമ്മുടെ മെയിൽ കടന്നു പോയിരുന്നു. മഴയായതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. 39417 കൃഷ്ണരാജപുരം ഷെഡിൻ്റെ വാപ്പ് 7 ലോക്കോയാണ്. 2 വണ്ടിക്ക് ഇവിടെ സ്റ്റോപ്പുണ്ട്. ചിറയൻകീഴും കടയ്ക്കാവൂരും 2 വണ്ടിക്ക് സ്റ്റോപ്പുള്ള സ്ഥലങ്ങളാണ്. തൊട്ടടുത്തുള്ള സ്റ്റേഷനുകളാണ്, പക്ഷേ എന്നാലും 2 പേർക്കും 2 സ്റ്റോപ്പുണ്ട്. ഈ ഒരു 2 സ്റ്റേഷനുകൾ തമ്മിൽ അങ്ങനെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതായത് ഏതെങ്കിലും വണ്ടിക്ക് കടയ്ക്കാവൂർ സ്റ്റോപ്പ് കൊടുത്താൽ അതേ വണ്ടിക്ക് ചിറയൻകീഴും സ്റ്റോപ്പിന് ആവശ്യം ഉയരും. അങ്ങനത്തെ ഒരു സ്റ്റേഷനാണ് 2ഉം. ഇത് ഐലൻഡ് എക്സ്പ്രസ് ആണ്, അതായത് പഴയ ഐലൻഡ് എക്സ്പ്രസ്. നിലവിൽ ഐലൻഡ് എക്സ്പ്രസ് എന്നുള്ള പേരില്ല. ബംഗളൂരു തിരുവനന്തപുരം എക്സ്പ്രസ് എന്ന് തന്നെയാണ് ഇതിൻ്റെ പേര്. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടുന്ന് പുറപ്പെടുകയാണ്. KSR ബംഗളൂരു കന്യാകുമാരി ചെന്നിട്ട് ഇത് വൈകിട്ട് ചെന്നൈക്ക് പോകും. അതായത് കന്യാകുമാരിയിൽ നിന്നുള്ള 12634 12633 ചെന്നൈ വണ്ടി ഓപ്പറേറ്റ് ചെയ്യുന്നതും ഈ ഐലൻഡ്, അതായത് നമ്മുടെ ബാംഗ്ലൂർ കന്യാകുമാരി വണ്ടിയുടെ അതേ റേക്ക് വെച്ചിട്ടാണ്. അപ്പോൾ ബാംഗ്ലൂരിൽ നിന്നൊരു വണ്ടി കന്യാകുമാരി എത്തുന്നു, കന്യാകുമാരിയിൽ നിന്ന് ചെന്നൈയിൽ നിന്ന് തിരിച്ച് കന്യാകുമാരിയിൽ നിന്ന് പിന്നെ ബാംഗ്ലൂർ. അത് കഴിയുമ്പോഴായിരിക്കും വണ്ടിക്ക് അറ്റകുറ്റപ്പണികൾ നടത്തുന്നത്. കവറൊക്കെ വയ്ക്കുന്ന ചേട്ടൻ തിരിച്ച് ഐലൻഡിൽ കയറി. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണം തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ഒരുപാട് വർഷങ്ങളെടുത്തിരുന്നു ഇതിൻ്റെ പണി ഇത്രയെങ്കിലും എത്താനായിട്ട്. ഇപ്പം നല്ല സ്പീഡിൽ നടക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. എന്നാലും അങ്ങോട്ടുള്ള പോർഷനൊക്കെ ഇപ്പോഴും കൈവരിയൊക്കെ വാർക്കാനൊക്കെ ഉണ്ട്. അതാണ് അവസ്ഥ. അപ്പോൾ നമ്മൾ ചിറയൻകീഴ് വിട്ട് അടുത്ത സ്റ്റോപ്പായ കടയ്ക്കാവൂരോട്ട് പോകുന്നു. ഇപ്പം നമ്മുടെ കൊല്ലത്ത് നിന്ന് കന്യാകുമാരി പോകുന്ന മെമു, ഒരു ചേട്ടൻ ഫോണും വിളിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അങ്ങേരെ ഹോണടിച്ച് പേടിപ്പിച്ച്. കൊല്ലത്ത് നിന്ന് കന്യാകുമാരിക്ക് പോകുന്ന മെമു പരവൂർ സ്റ്റേഷനിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കന്യാകുമാരി പോയി ഒരു ദിവസം താമസിക്കുന്നവർക്ക് വളരെ നല്ല വണ്ടിയാണ് ഈ മെമു എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ജസ്റ്റ് കന്യാകുമാരി പോവുക, കന്യാകുമാരി സ്റ്റേഷൻ കണ്ട് തിരിച്ചു വരിക എന്നുള്ളൊരു പരിപാടി മാത്രമേ നടക്കത്തുള്ളൂ. അല്ലാതെ കന്യാകുമാരിയിൽ സ്ഥലം കാണണമെങ്കിൽ ഈ ഒരു വണ്ടി കൊണ്ട് ഉപയോഗമൊന്നുമില്ല പ്രത്യേകിച്ച്. അപ്പോൾ നമ്മൾ പരവൂർ സ്റ്റേഷൻ വിട്ട് കൊല്ലം ഭാഗത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കുറച്ച് മുന്നിലായിട്ട് കുറച്ച് മനോഹരമായ കായലുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചിട്ട് നമുക്ക് യാത്ര തുടരാം.
ഇപ്പം നമ്മുടെ കൊല്ലം സ്റ്റേഷനിലോട്ട് നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. കൊല്ലം സ്റ്റേഷനിലെ പുതിയ മൾട്ടി ലെവൽ പാർക്കിംഗ് ബിൽഡിംഗ് ആണ് ഈ കാണുന്നത്. ഇതാണ് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ അടുത്തായിട്ട് നിർമ്മാണം നടക്കുന്ന പുതിയ സ്റ്റേഷൻ ബിൽഡിങ്ങൊക്കെ. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ്റെ ഇടയ്ക്ക് ആണ് ഒരാളുടെ തലയിൽ ഇതാ അവർ കാണിക്കുന്നുണ്ടോ, രണ്ടുപേര് കാണിക്കുന്നുണ്ട്. അത് ഇവിടെയാണ് ഒരാളുടെ തലയിൽ കമ്പി വീണത്. ഇത് പഴയ ബിൽഡിംഗ് ഇതാ പൊളിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. പഴയ സ്റ്റേഷൻ ബിൽഡിങ്ങാണ് കൊല്ലത്തെ. പൊളിച്ച് ഇവിടം വരെ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ പിന്നെ അതുപോലെ ഇവിടെ വേറൊരു അപ്ഡേറ്റ് ഉള്ളതെന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് കാണാം നമ്മുടെ പിറ്റ് ലൈനിൻ്റെ ഓപ്പോസിറ്റ് എൻഡും കൺസ്ട്രക്ഷൻ തുടങ്ങിയിട്ടുണ്ട്. പിറ്റ് ലൈനൊക്കെ വാർത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ മെമു ഷെഡ് എക്സ്റ്റെൻഡ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട്. അതായത് അപ്പുറത്തെ സൈഡിൽ എക്സ്റ്റൻഷൻ ഓൾറെഡി നടന്നു കഴിഞ്ഞു. ഈ സൈഡിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് കൊല്ലത്ത്. മെമു ഷെഡ് 16 കാർ മെമു ഷെഡ് ആക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് വർക്കുകൾ ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ നിലവിൽ ഉള്ളതിൻ്റെ ഡബിൾ കപ്പാസിറ്റിയിലേക്കായിരിക്കും അത് മാറുന്നത്. അതായത് നിലവിൽ 8 കാർ മെമു ഷെഡാണ് നമുക്കിവിടെ ഉള്ളത്. ഇനി അത് 16 കാർ മെമു ഷെഡായിട്ട് മാറും. അപ്പോൾ കൂടുതൽ വണ്ടികൾ ഇവിടെ അറ്റകുറ്റപ്പണികൾ നടത്താൻ സാധിക്കും. അപ്പോൾ നമ്മുടെ വണ്ടി കൊല്ലം ജംഗ്ഷനിൽ നിന്ന് പുറപ്പെടുകയാണ്. അപ്പോൾ ആ മെമു ഷെഡിൻ്റെ നിർമ്മാണം കഴിഞ്ഞ ഭാഗങ്ങൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വർക്കുകൾ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതായത് ഷെഡാണല്ലോ, അപ്പോൾ ഷെഡിനുള്ള റൂഫും കാര്യങ്ങളൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ നമ്മൾ കൊല്ലം സ്റ്റേഷൻ വിട്ടിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് നേരത്തെ വന്നിരുന്നെങ്കിൽ നമുക്ക് നമ്മുടെ ചെന്നൈ വണ്ടി അതിൻ്റെ ഒപ്പം നമുക്ക് ഇവിടുന്ന് പാരലൽ റൺ പോലെ പോകുമായിരുന്നു. അത് നമ്മൾ സ്റ്റേഷനിൽ വന്ന് നിർത്തിയപ്പോഴാണ് ചെന്നൈ വണ്ടി ഇറങ്ങിപ്പോയി കഴിഞ്ഞത്. കുറച്ച് നേരത്തെ ഒരു 2-3 മിനിറ്റ് നേരത്തെ ആയിരുന്നെങ്കിൽ നമുക്ക് ഒന്നിച്ച് പോകുമായിരുന്നു ഇവിടുന്ന്. ഈ ഒരു റൈറ്റ് സൈഡിലെ ട്രാക്കിൽ കൂടെ, അതായത് റൈറ്റ് സൈഡിൽ രണ്ടാമത് കാണുന്ന ട്രാക്കിൽ കൂടെ ആ വണ്ടിയും കൂടെ പോയേനെ പാരലൽ റൺ പോലെ. അത് മിസ്സായി. നമ്മുടെ പെരുമൺ പാലമാണ്. അവിടെ പുതിയ റോഡ് ബ്രിഡ്ജിൻ്റെ കൺസ്ട്രക്ഷൻ അപ്പുറത്ത് നടക്കുന്നുണ്ട്. പെരുമൺ പാലം. കണ്ണൂർ തിരുവനന്തപുരം ജനശതാബ്ദിയാണ് അപ്പോൾ കൊണ്ടിരിക്കുന്നത്. നമ്മുടെ അമൃത്സർ കൊച്ചുവേളി ട്രെയിനാണ്. ഞാനിച്ചിരി ഒരു പോസ്റ്റ് അടിച്ച് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഇത് കയറി വന്നത്. കാരണം അതിൻ്റെ തുടക്കം കിട്ടിയില്ല. ഇപ്പോൾ നമ്മൾ ഏകദേശം കരുനാഗപ്പള്ളി സ്റ്റേഷനിലേക്ക് അടുക്കുന്നു. അപ്പോൾ ഇനി തൊട്ട് പുറകെ നമ്മുടെ സ്പെഷ്യൽ മെമു വരും. എറണാകുളം കൊല്ലം എക്സ്പ്രസ് സ്പെഷ്യൽ മെമു. അതായത് കോട്ടയം റൂട്ടിൽ തിരക്ക് പറഞ്ഞുകൊണ്ട് തുടങ്ങിയൊരു വണ്ടിയുണ്ടല്ലോ. തിങ്കളാഴ്ചകളിൽ വടക്കോട്ട് മാത്രം തിരക്ക് വരുന്ന കോട്ടയം റൂട്ടിൽ യാത്രക്കാരുടെ പ്രതിഷേധം മൂലം തുടങ്ങിയ ഒരു വണ്ടിയാണ്. ഇപ്പോഴും പ്രതിഷേധത്തിന് ശമനമൊന്നുമില്ല. ഭയങ്കര തിരക്കാണെന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം പോയപ്പം ലോക്കൽ കമ്പാർട്ട്മെൻറ്റിൽ ലേഡീസ് കോച്ചിലൊക്കെ കോട്ടയത്ത് നിന്ന് കയറിയവർക്ക് സീറ്റ് വരെ കിട്ടി നോർമൽ ഡേയ്സിൽ. തിങ്കളാഴ്ച മാത്രമാണ് ആ വണ്ടിക്ക് തിരക്കുള്ളത്. അപ്പോൾ ഇതാണ് നേരത്തെ പറഞ്ഞ മെമു, എക്സ്പ്രസ് സ്പെഷ്യൽ മെമു ആണ്. യാത്രക്കാരുടെ തിരക്ക് പരിഗണിച്ച് കോട്ടയം വഴി എറണാകുളത്തേക്ക് സ്റ്റാർട്ട് ചെയ്ത സ്പെഷ്യൽ മെമു തിരിച്ച് കൊല്ലത്തേക്ക് പോകുന്നതാണ്. അപ്പോൾ ഏകദേശം 40-45 മിനിറ്റോളം കായംകുളം ജംഗ്ഷനിൽ നമ്മളെ
പിടിച്ചിട്ട ശേഷം വണ്ടി കായംകുളം ജംഗ്ഷനിൽ നിന്ന് കോട്ടയം റൂട്ടിലോട്ട് കയറാൻ പോവാണ്. അപ്പോൾ നമ്മളിത് മാവേലിക്കര സ്റ്റേഷൻ എത്തുന്നു. മാവേലിക്കര സ്റ്റേഷനിൽ ഈ കാണുന്ന റെയിൽ പാനലുണ്ടല്ലോ, ഇത് ഇറക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ റെയിൽ പാനൽ അൺലോഡിങ് കാരണമാണ് നമ്മൾ കായംകുളത്തൊരു 3 മണിക്കൂറോളം നമുക്ക് നഷ്ടപ്പെട്ടു. ഈ റെയിൽ പാനൽ ഇറക്കിക്കൊണ്ടിരുന്നത് കാരണം വണ്ടിക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ അതായത് ഏകദേശം 12:52 മറ്റേ ഇവിടെ എത്തി, നമ്മുടെ കായംകുളം എത്തിയിട്ട് നമ്മൾ തിരിച്ച് ഇപ്പോഴേ അവിടുന്ന് പുറപ്പെട്ടപ്പോഴത്തേക്ക് ഏകദേശം 40 മിനിറ്റ് നമുക്ക് ലേറ്റായി വണ്ടി. അപ്പോൾ ഈ റെയിൽ പാനൽ വഴി കിടന്നാണ് പണി കിട്ടിയത്. നമ്മുടെ ശബരി എക്സ്പ്രസ് വരുന്നുണ്ട്. അതായത് സെക്കന്ദരാബാദ് തിരുവനന്തപുരം. നിലവിൽ സൗത്ത് സെൻട്രൽ റെയിൽവേ ഓപ്പറേറ്റ് ചെയ്യുന്ന വണ്ടിയാണ്. എല്ലാം കൂടെ വാപ്പ് 7 ലീഡ്. അപ്പോൾ ഒരു 2-2.5 മാസത്തിനുള്ളിൽ ഈ വണ്ടി തിരുവനന്തപുരം ഡിവിഷൻ്റെ കീഴിലെത്തും. സമയക്രമം സെക്കന്ദരാബാദ് സൈഡിൽ മാറും. വണ്ടി സൂപ്പർ ഫാസ്റ്റ് ആവുകയും ചെയ്യും. നമ്മളിപ്പോൾ ഇത് തിരുവല്ല സ്റ്റേഷനിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. സമയം 2:15 നമ്മൾ കറക്റ്റ് ഷെഡ്യൂള് പ്രകാരമാണെങ്കിൽ 1:15 ആകുമ്പം തിരുവല്ല എത്തേണ്ടതാണ്. പക്ഷേ വണ്ടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ റെയിൽ പാനൽ അത് ലോഡ് ഇറക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ സമയമെടുത്ത് ബ്ലോക്ക് കുറച്ച് കൂടിപ്പോയി സമയം. അങ്ങനെയാണ് പണി കിട്ടിയത്. അപ്പോൾ നമ്മളിപ്പോൾ തിരുവല്ല ആവുന്നേ ഉള്ളൂ. ഏകദേശം 1 മണിക്കൂർ ലേറ്റാണ്. നമ്മളിപ്പോൾ ചങ്ങനാശ്ശേരി സ്റ്റേഷനിലാണ്. നമ്മുടെ വേളാങ്കണ്ണിക്ക് ഓടിയിരുന്ന പഴയ റേക്ക് ഇവിടെ കിടപ്പുണ്ട്. നമ്മുടെ എറണാകുളം വേളാങ്കണ്ണിയായിട്ട് ഓടിയിരുന്ന പഴയ റേക്കാണ് ഈ കിടക്കുന്നത്. ചങ്ങനാശ്ശേരി സ്റ്റേഷനിൽ കൊണ്ട് സ്റ്റേബിൾ ചെയ്തിരിക്കുകയാണ്. അവിടുത്തെ സ്റ്റേബിളിംഗ് ലൈനിൽ ICF റേക്ക് മാറി ഇപ്പം പുതിയ LHP റേക്കാണ് ഈ റൂട്ടിൽ ഓടുന്നത്. അപ്പോൾ അതൊന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ കോട്ടയം സ്റ്റേഷൻ അടുത്തുകൊണ്ടിരിക്കുന്നു. കോട്ടയം സ്റ്റേഷനിൽ പണ്ടുണ്ടായിരുന്ന ടണൽ നമുക്ക് കുറച്ച് മുന്നിലായിട്ട് കാണാം. ടണലൊക്കെ ഒഴിവാക്കി മേൽപ്പാലമൊക്കെ വന്നിട്ടുണ്ട്. വലതുവശത്തായിട്ട് പഴയ ടണൽ നമുക്ക് കാണാം. മുകളിൽ പുതിയ പാലവും കാണാം. ഇത് രണ്ടാമത്തെ തുരങ്കം. ഇവിടെയും പാലമുണ്ട്. ഇവിടെയും ടണലിന് പകരം പാലം വന്നിട്ടുണ്ട് പുതിയത്. ഇപ്പോൾ ഈ ടണൽ ഷണ്ടിങ്ങിന് വേണ്ടിയിട്ട് ഇടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട്. ലോക്കോസൊക്കെ വന്ന് ഷണ്ട് ചെയ്ത് പോകാനായിട്ട് ആ ഒരു സ്ഥലം യൂസ് ചെയ്യാറുണ്ട്. കോട്ടയം സ്റ്റേഷനിലെ 1ാമത്തെ പ്ലാറ്റ്ഫോമിലേക്കാണ് നമ്മുടെ വണ്ടി കയറുന്നത്. അപ്പുറത്തെ സൈഡിൽ നമ്മുടെ എറണാകുളം പാസഞ്ചർ കിടപ്പുണ്ട്. അത് വൈകിട്ടേ പോകത്തുള്ളൂ, 5:15 കഴിഞ്ഞിട്ടേ പോകത്തുള്ളൂ. നമ്മുടെ കാരയ്ക്കൽ ടീ ഗാർഡൻ എക്സ്പ്രസിൻ്റെ റൈഡ് ഷെയറിങ് വണ്ടിയാണ്. നമ്മൾ ആക്ച്വലി ഇവിടെ എത്തേണ്ട സമയത്തിനെക്കാട്ടി ഏകദേശം 1 മണിക്കൂർ പിന്നിലാണ് എത്തിയിരിക്കുന്നത്.
1:50 എത്തേണ്ടതാണ്. നമ്മൾ എത്തിയപ്പോഴത്തേക്കും 2:40 ആവുന്നു എത്തിയപ്പോഴത്തേക്കും. അത് ആ കായംകുളത്തെ പണി കാരണം നമ്മൾ ലേറ്റ് ആയതാണ്. അപ്പോൾ ഇനിയിപ്പം എറണാകുളം ആകുമ്പോഴത്തേക്കും കുറച്ച് കാഴ്ചകളും കൂടെ കാണിച്ചിട്ട് ബാക്കി നമ്മൾ ഇന്നത്തെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ പോകുന്നത് എറണാകുളത്ത് നമ്മുടെ കൊച്ചി സിറ്റി റൈഡ് ഡബിൾ ഡക്കർ സർവീസിൻ്റെ ഇനോഗ്രേഷൻ കൂടാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ കോട്ടയം സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുകയാണ്. അപ്പുറത്തെ ഭാഗത്ത് രണ്ടാമത്തെ എൻട്രൻസൊക്കെ റെഡിയായി വരുന്നുണ്ട്. കോട്ടയത്തെ അതിൻ്റെ പുതിയ ബിൽഡിങ്ങൊക്കെ നിർമ്മാണ പ്രവർത്തികൾ ഏകദേശം അവസാന മിനുക്ക് പണികൾ നടക്കുവാണ്. അവിടെ റിസർവേഷൻ കൗണ്ടറൊക്കെ ഉണ്ട്, പാർക്കിംഗ് ഫെസിലിറ്റീസ് ഉണ്ട്, അതേപോലെ ഒരു ടാക്സി സ്റ്റാൻഡുണ്ട്. ഇപ്പോൾ കോട്ടയത്തിനും ഇപ്പോൾ 2 സൈഡിലും എൻട്രൻസ് ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അപ്ഡേറ്റും കൂടെ പറയാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ കോട്ടയം കഴിഞ്ഞിട്ട് കുമാരനല്ലൂർ സ്റ്റേഷൻ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നമുക്കെതിരെ കൊല്ലത്തേക്ക് പോകുന്ന മെമു ഇപ്പോൾ കടന്നു വരും. എറണാകുളത്ത് നിന്ന് കൊല്ലത്തേക്ക് പോകുന്ന മെമു ഇപ്പോൾ ഇതുവഴി പാസ് ചെയ്യും. അതാ മെമു കടന്നു പോയിട്ടുണ്ട്. അപ്പം നമ്മൾ വൈക്കം റോഡ് സ്റ്റേഷൻ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റോഡ് വെച്ച് പേരുള്ള സ്റ്റേഷനുകൾ ഉദ്ദേശിക്കുന്നത് ഈ സ്റ്റേഷനിൽ ഇറങ്ങി റോഡ് മാർഗം പോയി കഴിഞ്ഞാൽ ആ പറയുന്ന സ്ഥലത്തെത്തും. അതായത് ഈ ഒരു വൈക്കം റോഡ് സ്റ്റേഷൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ ബസ്സിൽ കയറി വൈക്കത്തേക്ക് പോകണം എന്നാണ് ഈ വൈക്കം റോഡ് എന്നുള്ള പേര് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പരശുറാം എക്സ്പ്രസ് നമ്മുടെ ഓപ്പോസിറ്റായിട്ട് കടന്നു പോകും. അപ്പോൾ അതാ പരശുറാം എക്സ്പ്രസ് വരുന്നുണ്ട്. മംഗലാപുരത്ത് നിന്ന് കന്യാകുമാരി വരെ പോകുന്ന എക്സ്പ്രസ് ട്രെയിനാണ്. ഡേ എക്സ്പ്രസ് ആണ് പരശുറാം. നാഗർകോവിലിലെ പ്ലാറ്റ്ഫോമിൻ്റെ വർക്ക് കാരണമാണ് കന്യാകുമാരിക്ക് നീട്ടിയത്. ഇത് തുടർന്നും കന്യാകുമാരി പോവുകയാണെങ്കിൽ എനിക്കുൾപ്പെടെ ഒരുപാട് യാത്രക്കാർക്ക് ഗുണമുള്ളൊരു വണ്ടിയാണ്. എറണാകുളത്തെ ഡി ക്യാബിനാണ് നമ്മളിപ്പോൾ പാസ് ചെയ്തത്. തൃപ്പൂണിത്തുറ സ്റ്റേഷനൊക്കെ കഴിഞ്ഞു. നമ്മളിപ്പോൾ ഡി ക്യാബിൻ പാസ് ചെയ്ത് ഇവിടെയായിട്ടാണ് എറണാകുളം കോച്ചിങ് ഡിപ്പോയൊക്കെ ഉള്ളത്, ഈ ഭാഗത്ത്. അപ്പുറത്തെ സൈഡിൽ മാർഷലിംഗ് യാർഡൊക്കെയാണ്. അപ്പോൾ ഈ കാണുന്ന സ്ഥലങ്ങളിലാണ് അടുത്തിടെ വാർത്തകളൊക്കെ വന്നിരുന്നു. നമ്മുടെ എറണാകുളത്ത് പുതിയൊരു സ്റ്റേഷൻ നിർമ്മിക്കാനുള്ള തീരുമാനമൊക്കെ നടക്കുന്നുണ്ടെന്നുള്ള രീതിയിൽ. അപ്പോൾ ആ ഒരു സ്റ്റേഷൻ വരേണ്ട ഏരിയ ഇതാണ്. ഈ കാണുന്ന സ്ഥലങ്ങളിലാണ് ആ സ്റ്റേഷൻ വരേണ്ടത്. ഇവിടെ കോച്ചിങ് ഡിപ്പോ ഉണ്ട്. ഇതൊക്കെ കോച്ച് ഡിപ്പോയുടെ ഭാഗമായിട്ടുള്ള സ്ഥലങ്ങളാണ്. അത് മിക്കവാറും ലേത്തായിരിക്കും. ഇത് കോച്ച് ഡിപ്പോ, CDO എറണാകുളത്തിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഇവിടെ റേക്കുകളൊക്കെ കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പുറത്തെ സൈഡിൽ നമ്മുടെ ഗുഡ്സ് ട്രെയിനുകൾക്കൊക്കെയുള്ള മാർഷലിംഗ് യാർഡാണ്.
ഇവിടെയാണ് ഈ ഗുഡ്സ് ട്രെയിനുകളുടെയൊക്കെ മെയിൻ്റനൻസ് ഒക്കെ നടക്കുക. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നടുക്കുള്ള ഏരിയയിൽ ഒരു ടെർമിനൽ ആയിരിക്കണം അവർ വിഭാവനം ചെയ്യുന്നത്. കുറച്ച് നമ്മുടെ ഈ സൈഡിൽ നിന്നുള്ള മാർഷലിംഗ് യാർഡിൻ്റെ സൈഡിൽ നിന്നുള്ള 1-2 ലൈൻ വല്ലതും എടുക്കും. എറണാകുളത്ത് നിന്ന് പോകേണ്ട വണ്ടികളൊക്കെ ഇവിടെ കിടപ്പുണ്ട്, ഷണ്ട് ചെയ്യാനുള്ള വണ്ടിയൊക്കെ ഇവിടെ കിടപ്പുണ്ട്. ഇവിടെ നിന്നാണ് എറണാകുളം ജംഗ്ഷനിലേക്ക് നമ്മുടെ റേക്കുകളൊക്കെ കൊണ്ടുവരുന്നത്. പിറ്റ് ലൈനിൽ 3 വണ്ടികളുണ്ട്. 3 വണ്ടികളും മെയിൻ്റനൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിറ്റ് ലൈൻ ഓക്യുപ്പൈഡ് ആണ്. അപ്പോൾ ഈ ഒരു സ്ഥലം ഒക്കെ ഉപയോഗിച്ച് വേണം അവർക്കിനി പുതിയ ടെർമിനൽ ഈ ഒരു ഭാഗത്ത് പണിയാനായിട്ട്. ഇതാണ് ഈ പൊന്നുരുന്നി എന്ന് പറയുന്ന സ്ഥലം. ഇവിടെയാണ് റെയിൽവേക്ക് എന്താ പറയുക, ഈ സ്ഥലം കിടപ്പുണ്ട്. അവിടെ ഈ 4 പ്ലാറ്റ്ഫോമൊക്കെ വെച്ചൊരു ടെർമിനൽ വരും എന്നുള്ള രീതിയിലൊക്കെ വാർത്തകൾ വരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ടൗണിൻ്റെ ഭാഗത്തേക്ക് പോവുകയാണ്. ഇനി വണ്ടി കുറച്ച് നിരക്കുമായിരിക്കും ഫുള്ളങ്ങ് വരും. ഈ ഇടതുവശത്ത് കാണുന്ന 2 ലൈനുകളെന്ന് പറയുന്നത് നമ്മുടെ എറണാകുളം ജംഗ്ഷൻ സ്റ്റേഷനിലോട്ടുള്ളതാണ്. എറണാകുളം ജംഗ്ഷൻ സ്റ്റേഷനിൽ നിന്ന് കോട്ടയം ലൈനിലേക്കുള്ള ഒരു ലൈനും പിന്നെ ഷണ്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ലൈനും. രണ്ട് ലൈനും ആക്ച്വലി ഇലക്ട്രിഫൈഡ് ആണ്. ഇത് ഒരു ജംഗ്ഷൻ പോലെയാണ്. നമ്മുടെ ഈ നാഗർകോവിലിൽ കണ്ടിട്ടുള്ളത് പോലെ തന്നെ ഇവിടെ ഒരു ജംഗ്ഷനുണ്ട്. നമ്മളിപ്പം കോട്ടയം ലൈനിൽ നിന്ന് എറണാകുളം ടൗണിൻ്റെ ഭാഗത്തേക്ക് തിരികെയാണ്. km പോർഷനാണ്. ഇത് സൗത്തിൽ നിന്ന്, അതായത് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് വരുന്ന 2 ലൈനുകളാണ്. ആ ലൈനുകളിലേക്ക് ഷൊർണൂർക്ക് പോകുന്ന ലൈനുകളാണ് എറണാകുളത്ത് നിന്ന്. ആ ലൈനിലേക്ക് നമ്മൾ കോട്ടയം ലൈനിൽ നിന്ന് വന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം ഡൗൺ ലൈനിൽ കയറി ക്രോസ് ചെയ്ത് കുറച്ച് മുന്നിലോട്ട് അപ്പ് ലൈനിലോട്ട് കയറും. പാലത്തിന് മുന്നിലായിട്ട് അപ്പുറത്തെ ലൈനിലോട്ട് കയറും. അപ്പോൾ നമ്മുടെ തിരുവനന്തപുരം തൊട്ടുള്ള യാത്ര എറണാകുളം ടൗണിൽ എത്തുകയാണ്. അപ്പോൾ നമ്മളിവിടെ ഇറങ്ങിയിട്ട് ഇനി എറണാകുളം ജെട്ടി ബസ് സ്റ്റാൻഡിലേക്ക് പോകണം. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇനോഗ്രൽ ഫംഗ്ഷൻ നടക്കുന്നത്. അപ്പോൾ നമുക്ക് എറണാകുളം ടൗൺ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ജെട്ടിയിൽ ചെന്നിട്ടുള്ള ബാക്കി കാഴ്ചകൾ നമുക്ക് കാണാം. എറണാകുളം ജെട്ടി ബസ് സ്റ്റാൻഡിൽ ചെന്നിട്ടുള്ള ബാക്കി കാഴ്ചകൾ നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ എറണാകുളം ടൗൺ സ്റ്റേഷനിലെ അമൃത് ഭാരത് വർക്കിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. അവിടെ നിങ്ങൾക്ക് വർക്ക് നടക്കുന്നത് കാണാം. പുതിയ ബിൽഡിങ് കൺസ്ട്രക്ഷനിലാണ്. അപ്പോൾ അതിൻ്റെ അടുത്തോട്ടും കൂടെ പോയി നമുക്ക് കുറച്ച് ഷോട്ട്സ് എടുക്കാം. എറണാകുളം ടൗൺ സ്റ്റേഷനിൽ റീഡെവലപ്മെൻറ്റ് വർക്കുകളുടെ ഭാഗമായിട്ടുള്ള പുതിയ ബിൽഡിംഗ് ഒക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച വീഡിയോയിൽ. അപ്പോൾ ഇതാണ് ഇവിടെ നടക്കുന്ന റീഡെവലപ്മെൻറ്റ് വർക്കിൻ്റെ ഭാഗമായിട്ട് വരുന്ന പുതിയ കെട്ടിടങ്ങൾ. അപ്പോൾ ഇനി നമുക്ക് എറണാകുളം ജെട്ടിയിലേക്ക് പോകാം.
ആദ്യത്തെ യാത്രയായിരുന്നു, മിനിസ്റ്ററായിരുന്നു ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ട്രാവൽ ചെയ്തു, കുറച്ച് വീഡിയോസ് എടുത്തു, കുറച്ച് ഫോട്ടോസ് എടുത്തു. അപ്പോൾ ഇതാണ് വണ്ടി. അപ്പോൾ വണ്ടി അതിൻ്റെ ആദ്യത്തെ ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട്, ആദ്യത്തെ ട്രിപ്പ് മീൻസ് ജസ്റ്റ് ആളുകളെയും കൊണ്ടൊരു സിറ്റിയിലൊരു റൗണ്ടപ്പ്, ആ റൗണ്ടപ്പും കഴിഞ്ഞിട്ട് ജസ്റ്റ് വന്ന് കയറിയതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലൊക്കെയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ മടക്കയാത്രയ്ക്ക് വേണ്ടിയിട്ട് അങ്കമാലി സ്റ്റേഷനിലാണ് നിലവിലുള്ളത്. അപ്പോൾ ഇപ്പോൾ അങ്കമാലി സ്റ്റേഷനിൽ നമ്മുടെ 16348 മംഗലാപുരത്ത് നിന്ന് തിരുവനന്തപുരം വരെ പോകുന്ന എക്സ്പ്രസ് ട്രെയിൻ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം, നമ്മുടെ സ്റ്റേഷനിൽ ഒരു ഗുഡ്സ് ലൈൻ ബ്ലോക്ക് ആയത് കാരണം വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് ഗുരുവായൂരേക്ക് പോകുന്ന ഇൻ്റർസിറ്റി എക്സ്പ്രസ് അങ്കമാലി സ്റ്റേഷനിലേക്ക് കടന്നു വരികയാണ്. വണ്ടിക്ക് ഇവിടെ സ്റ്റോപ്പുണ്ട്. അപ്പോൾ ഗുരുവായൂരേക്ക് പോകുന്ന വഴിയിൽ ഇൻ്റർസിറ്റി എക്സ്പ്രസ് അങ്കമാലിയിൽ എത്തിയിട്ടുണ്ട്. സെയിം ടൈമിൽ ഇവിടെ ഒരു ഗുഡ്സ് ട്രെയിൻ ഡൗൺ ലൈനിൽ ബ്ലോക്കുണ്ട്. അതായത് തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുന്നിടത്ത് ബ്ലോക്ക് ഉള്ളത് കൊണ്ട് ഒരു 1.5 മണിക്കൂർ എന്തോ ആണ് ബ്ലോക്ക് എന്ന് പറയുന്നത് കേട്ടത്. അപ്പോൾ ഗുഡ്സ് ട്രെയിൻ ഇവിടെ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ലൈൻ ബ്ലോക്ക് എന്ന് പറയുന്ന സംഭവമാണ് നമ്മൾ മെയിൻ്റനൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ലൈനിൽ 24 hours നമുക്ക് ട്രെയിൻ ഓടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മെയിൻ്റനൻസിന് ഇതുപോലെ ടൈം സ്ലോട്ട്സ് കൊടുക്കും. അപ്പോൾ ആ സമയത്ത് ആവശ്യമായ മെയിൻ്റനൻസ് ക്യാരി ഔട്ട് ചെയ്യും. അപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഡൗൺ ലൈനിൽ. അതുകൊണ്ടാണ് ഈ ഗുഡ്സ് ഇവിടെ പോവാതെ കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടി വന്ന് ആദ്യം നമ്മുടെ വണ്ടിയായിരിക്കും മിക്കവാറും പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ ഗുഡ്സിനെ വിടത്തുള്ളൂ. അപ്പോൾ അതാണ് നിലവിലെ അപ്ഡേറ്റ്. അപ്പോൾ നമ്മുടെ വണ്ടി ഏകദേശം ഒരു 11 മണിയാകുമ്പോഴത്തേക്കും ഇവിടെ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് പോകേണ്ട 16348 മംഗലാപുരം തിരുവനന്തപുരം എക്സ്പ്രസ് അങ്കമാലി സ്റ്റേഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എറണാകുളം ടൗൺ വരെ ലോക്കലിലാണ് പോകുന്നത്. അവിടെ നിന്നാണ് എനിക്ക് സ്ലീപ്പർ ടിക്കറ്റ് ഉള്ളത്. 16348. അപ്പോൾ നമ്മുടെ വണ്ടി അങ്കമാലി സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടു. ഇത് നമ്മുടെ കാരയ്ക്കൽ വണ്ടിയാണ്. വേളാങ്കണ്ണിക്കൊക്കെ കണക്ഷനായിട്ട് ഉപയോഗിക്കാവുന്ന എറണാകുളം കാരയ്ക്കൽ എക്സ്പ്രസ്. അപ്പോൾ അങ്കമാലിയോട് വിടാം. ഞാൻ എയർപോർട്ടും കൂടെ കാണിക്കാം. പിന്നെ എറണാകുളം ടൗണും കൂടെ കഴിഞ്ഞിട്ട് പിന്നെ തിരുവനന്തപുരത്തെത്തി വീഡിയോ മൊത്തത്തിലൊന്ന് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ 16348 ആണ്. മംഗലാപുരം തിരുവനന്തപുരം LSD-ആണ്. ട്രിവാൻഡ്രം ഡിവിഷൻ്റെ മംഗലാപുരം വണ്ടി. അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ നമ്മുടെ സിയാൽ എന്നുള്ള പുതിയ എഴുത്ത്. അതായത് നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ പുതുതായിട്ട് സിയാൽ എന്നൊരു റൈറ്റിങ് വന്നിട്ടുണ്ട്. അതായിരുന്നു ഞാൻ അവിടെ കാണിച്ചത്. ഇത് എയർപോർട്ട് റൺവേ. റൺവേയുടെ ലൈറ്റ്. ഇപ്പോൾ നമ്മൾ എറണാകുളം ടൗണിൽ നിന്ന് നമ്മുടെ കോച്ചിൽ കയറിയിട്ടുണ്ട്. S7 കോച്ചാണ്. അപ്പോൾ എറണാകുളം ടൗണിൽ നിന്ന് നമ്മൾ 12:05 ആയപ്പോൾ പുറപ്പെട്ടിട്ടുണ്ട്.
കുറച്ച് ലേറ്റാണ് വണ്ടി. 12:05. നമ്മൾ കറക്റ്റ് ഷെഡ്യൂൾ പ്രകാരമാണെങ്കിൽ ഇവിടെ പാസ് ചെയ്യേണ്ട ടൈമാണ് 11:15. 11:15 നമ്മൾ പാസ് ചെയ്യേണ്ടതാണ്. പക്ഷേ ഇതിപ്പോൾ നമ്മൾ അത്യാവശ്യം ലേറ്റാണ്. അപ്പോൾ നമ്മളിതാ എറണാകുളം ടൗണിൽ നിന്ന് ഇറങ്ങുന്നു. വിവേക് എക്സ്പ്രസ് എറണാകുളം ടൗണിലോട്ട് അടുക്കുന്നു. എൻ്റെ പൊന്നോ, പണ്ടര വണ്ടി അടുത്തൂടെ പോയാൽ തന്നെ നാറ്റമാണ്. അതായത് കോട്ടയം റൂട്ടിൽ കൂടെ ഉള്ള 2 വണ്ടികൾ പരസ്പരം ക്രോസ് ചെയ്ത് പോകുന്നു. പിന്നെ നമ്മുടെ ഈ 48-ൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ഗ്യാപ്പ് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വണ്ടിയാണ്. അതുകൊണ്ട് ഇതിന് മിക്കപ്പോഴും നല്ല തിരക്കുണ്ടാവാറുണ്ട്. ഞാൻ നമ്മുടെ മാർഷലിംഗ് യാർഡും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് ഞാൻ ബർത്തിലേക്ക് അങ്ങ് പോകും ഉറങ്ങാനായിട്ട്. രാത്രിയായാലും റെസ്റ്റ് എടുക്കണം കുറച്ച്. അപ്പോൾ ഇതാണ് നമ്മുടെ മാർഷലിംഗ് യാർഡിൻ്റെ ഭാഗം. ഇവിടെയാണ് നമ്മുടെ ക്രെയിനൊക്കെ ഉള്ളത്. റെയിൽവേക്ക് ഈ മറ്റേ ക്രെയിനുകളൊക്കെ ഉണ്ട്. നമ്മുടെ കംപ്ലൈൻ്റ് ആവുന്ന കോച്ചുകളെ എടുത്തു മാറ്റി വെക്കാനൊക്കെ ഉപയോഗിക്കുന്ന ക്രെയിനൊക്കെ ഇവിടെയാണുള്ളത്. ഇവിടെയാണ് ഗുഡ്സിൻ്റെ മെയിൻ്റനൻസ് ഒക്കെ നടക്കുന്നത്. ഗുഡ്സ് കോച്ചുകളുടെ, ഗുഡ്സ് വാഗണുകളുടെ മെയിൻ്റനൻസ് ഒക്കെ നടക്കുന്നത് ഇവിടെയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഗുഡ്സിൻ്റെ കോച്ചുകളൊക്കെ കിടപ്പുണ്ട്. മിക്സാണ്. BOBYN, VCN, ബോക്സൻ ഒക്കെ മിക്സായിട്ട് കിടപ്പുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, ബ്രേക്ക് വാനുകളൊക്കെ കിടപ്പുണ്ട്. കാബൂസ് എന്ന് പറയുന്ന ബ്രേക്ക് വാനുകളൊക്കെ കിടപ്പുണ്ട്. ഇതാണ് ടെസ്റ്റ് വാഗൺ ഇവിടെ കിടപ്പുണ്ട്. ടെസ്റ്റ് വാഗൺ പണ്ട് ഞാനൊരു ഫോട്ടോ ഒക്കെ എടുത്ത് ഞാൻ പോസ്റ്റൊക്കെ ഇട്ടിരുന്നു. ടെസ്റ്റ് വാഗൺ അതായത് ഈ റെയിൽവേയുടെ വെയ് ബ്രിഡ്ജുകളൊക്കെ ഇടയ്ക്ക് ആക്യുറസി ചെക്ക് ചെയ്യാനായിട്ടുള്ള സെറ്റപ്പാണ് ഈ പറയുന്ന എന്താ പറയുക ടെസ്റ്റ് വാഗണുകൾ. ടെസ്റ്റ് വാഗണിൻ്റെ വെയ്റ്റും ഈ പറയുന്ന എന്താ പറയുക ആക്ച്വൽ വെയ്റ്റും ഈക്വൽ ആണോ എന്ന് ആ വെയ് ബ്രിഡ്ജുകൾ വെച്ച് മെഷർ ചെയ്ത് ആക്യുറസി കണ്ടുപിടിക്കും. അപ്പോൾ അതാണ് ഞാൻ അന്ന് ഇട്ടിരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ബർത്തിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ തിരുവനന്തപുരം സെൻട്രലിലെത്തി. ഞാൻ അതായത് വണ്ടി ഒരു 3:55 പ്ലാറ്റ്ഫോമിലെത്തി. ഞാനൊരു 10-15 മിനിറ്റും കൂടെ ഇവിടെ കിടന്നുറങ്ങി. ആരും വന്ന് വിളിച്ചില്ല കേട്ടോ. സാധാരണ ആരെങ്കിലുമൊക്കെ വന്ന് കൊട്ടി വിളിക്കുന്നതാണ്. ഒരു 5-10 മിനിറ്റ് എക്സ്ട്രാ കിടന്നുറങ്ങി. എന്തായാലും ഇനിയിപ്പം പുറത്ത് പോകണം, വണ്ടി എടുക്കണം, വീട്ടിലോട്ട് പോകണം. അപ്പോൾ നമ്മുടെ വേണാട് അപ്പുറത്ത് 3-ലുണ്ട്. നമ്മൾ 5-ലാണ് വന്നത്. 4 ജനശതാബ്ദി ഉണ്ട്. 0634 തിരുവനന്തപുരത്ത് നിന്നും കോട്ടയം, എറണാകുളം ടൗൺ, ഷൊർണൂർ ജംഗ്ഷൻ വഴി കാസർഗോഡ് വരെ പോകുന്ന തിരുവനന്തപുരം സെൻട്രൽ കാസർഗോഡ് വന്ദേ ഭാരത് എക്സ്പ്രസ് തിരുവനന്തപുരം സെൻട്രൽ 2ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നും 5:15 പുറപ്പെടും. ഇവന്മാര് വേണാട് 1-ൽ പിടിച്ചേക്കോ. വേണാട് 3-ലല്ല, വേണാട് 1-ല്. വന്ദേ ഭാരത് 2-ലായിരിക്കും ഇന്നത്തെ ദിവസം.
അയ്യോ എന്തുവാണ് പരിപാടി, അടിപൊളി. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കും. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോകൾ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു. ബൈ ഫ്രം ശ്രീനാഥ്.